ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേ നമ്മുടെ അപ്പുവും ഹരിയും ഈ ഒരു ആഘോഷത്തിൽ ഇങ്ങനെ പങ്കെടുക്കുന്ന സമയത്ത് അപ്പു ഭയങ്കര ത്രില്ലിലാണ്. കാരണം താൻ നഷ്ടപ്പെടുത്തി കളഞ്ഞ തൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം തൻ്റെ മകൾക്ക് വഴി കിട്ടിയല്ലോ, തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ള ആ ഒരു ചിന്തയിലാണ് അപ്പു ഇപ്പം. പക്ഷേ തമ്പി എന്ന് പറയുന്നവനാണെങ്കിൽ ചേച്ചിയോട് തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചി ചോദിച്ചു, എന്താ എന്താ നീ പ്ലാൻ ചെയ്തേക്കണേന്ന്. കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ലല്ലോ ചേച്ചിയെന്നും പറഞ്ഞുകൊണ്ട് തമ്പി പിന്നെ ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങ് പോകുക. എന്തായാലും ഇവൻ ചെറിയ കേസായിട്ടൊന്നും ആയിരിക്കില്ല ഒപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചേച്ചിക്ക് നന്നായിട്ട് തന്നെ മനസ്സിലായി. ചേച്ചി എന്നിട്ട് അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് തമ്പി പറഞ്ഞനുസരിച്ച് ആ ജിമ്മി എന്ന് പറയുന്ന ആൾ നമ്മുടെ ഹരിയെ പിടിച്ചുകൊണ്ട് പോയി വെള്ളം അടിക്കാൻ കൂടെ കൂട്ടുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലും ഹരി തൻ്റെ മാന്യത വിട്ട് ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനങ്ങാൻ പോലും നിന്നില്ല. തനിക്ക് വേണ്ട എന്നുള്ളൊരു മട്ടിൽ തന്നെ നിൽക്കുന്നു. അപ്പോഴും അയാൾ ഹരി എന്താ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നത്, ഹരി എന്താ ഇത് കഴിക്കാത്തേ, ഹരിക്ക് എന്താ വേണ്ടേ, അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ചോദിക്കുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കഴിക്കാം, എന്താ ഞാൻ കഴിച്ചോളാം, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുവാണ് അന്നേരത്തേക്ക് നമ്മുടെ ഹരിയെ. അപ്പോഴാണ് ഇതും കണ്ടുകൊണ്ട് അപ്പു അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ഓഹോ, അപ്പോൾ ഇതായിരുന്നു നിൻ്റെ പ്ലാൻ അല്ലേ, ഇതിന് വേണ്ടിയിട്ടാണ് നീ മുകളിലേക്ക് കയറി വന്നല്ലേ എന്നും ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും ജിമ്മി ഇങ്ങനെ അപ്പൂനെ ഇങ്ങനെ നോക്കുന്നു. ഇല്ലപ്പോ, ഞാനങ്ങനെ അധികമൊന്നും കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പം അധികമൊന്നും കഴിച്ചില്ലെന്നേ, ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കൂടിയില്ലെങ്കിൽ പിന്നെ അതിനെന്തൊരർത്ഥമുള്ളത്. ദേ അപർണ എന്തായാലും താഴേക്ക് പോയിക്കോ, ഞങ്ങളൊന്ന് കൂടിയിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ജിമ്മി ഇങ്ങനെ പറഞ്ഞപ്പോൾ അപർണയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപർണ ജിമ്മി ഇങ്ങനെ നോക്കി. കുടിക്കാനുള്ള ആ ഒരു ഇതിനൊന്നും അല്ല ഹരി ഇങ്ങോട്ടേക്ക് വന്നത് എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുക. അയ്യോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ, അതിന് ഇയാൾ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പോൾ അങ്ങ് പോയി. അപ്പോൾ അങ്ങ് ദേഷ്യത്തോടു കൂടി അങ്ങ് പോയി അപ്പുറം പോയി ഇങ്ങനെ കലിപ്പിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഹരി പറഞ്ഞു, എനിക്ക് മതി, ഇനിയിപ്പോൾ ഞാൻ കഴിച്ച ആകെ സീനാകുമെന്ന് പറഞ്ഞു. ഇവിടെ ആ കയ്യിലിരിക്കുന്നതും കൂടെ കഴിച്ചിട്ട് പോ ഹരി എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഹരി അത് അവിടെ വെച്ചിട്ട് നേരെ അപ്പൂൻ്റെ അടുത്തേക്ക് പോയി. കാരണം ജിമ്മി അതുപോലെ ഹരിയിട്ട് നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഹരിക്ക് എന്താ, ഹരി ചോറ് തന്നെയല്ലേ ഉണ്ണുന്നത്, ഹരിക്ക് കാര്യം മനസ്സിലായി. ഹരി എന്നിട്ട് നേരെ അപ്പൂൻ്റെ അടുത്തേക്ക് ചെന്നു. നീ എന്തിനാ ഇവിടെ കിടന്ന് ഒച്ച എടുക്കുന്നതെന്ന് ചോദിച്ചു. ഞാനതിന് കഴിച്ചൊന്നുമില്ലല്ലോ. നീ കഴിച്ചില്ലേ, കഴിക്കാഞ്ഞിട്ടാണോടാ നീ അവൻ്റെ കൂടെ പോയി നിന്നത്. അയാൾ എന്നെ കൊണ്ട് കഴിപ്പിക്കാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ ഞാനതങ്ങനെയൊന്നും കഴിച്ചില്ല. അപ്പോൾ ഞാൻ കഴിച്ചാൽ ഞാനിപ്പോൾ ഇങ്ങനെ ഇവിടെ നിൽക്കുമോ, നിനക്ക് എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെയൊക്കെ എന്ന നേരത്തേക്ക് ഹരി ചോദിച്ചു. ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞ് നാറുന്നുണ്ട് അപ്പോൾ. ഇവിടെ എന്ത് ചീഞ്ഞ് നാറാൻ? അല്ല, ഇവിടെ നിൻ്റെ ഡാഡി എന്തൊക്കെയോ കള്ളക്കളികൾ കളിക്കുന്നുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇനിയിപ്പം നീ കുടിച്ചതിന് ഞാൻ നിന്നെ ഒന്നും പറയാതിരിക്കാൻ വേണ്ടി നീ എല്ലാം കൂടെ ഡാഡിയുടെ തലയിലേക്ക് അങ്ങ് വെച്ചോ. ഡാഡി എന്ത് ചെയ്തെന്നാണ് പറഞ്ഞത്? ഡാഡിയുടെയും മമ്മിയുടെ സന്തോഷം നീ കണ്ടില്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ മോൾക്കും അതുപോലെ നമുക്കും വേണ്ടി ചെയ്തു തരുന്നത്. ഇവിടുത്തെ സെറ്റപ്പുകൾ നീ കണ്ടില്ലേ? എന്നിട്ട് നീ ഡാഡി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവിടുത്തെ സെറ്റപ്പിൻ്റെ കാര്യവും ഡാഡിയുടെ സന്തോഷത്തിൻ്റെ കാര്യമൊക്കെ നീ അങ്ങ് പറഞ്ഞല്ലോ. ആ ഡാഡിക്ക് ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ്, വരുന്ന മാറ്റങ്ങളൊന്നും നീ ശ്രദ്ധിച്ചില്ലേ? എന്തോ ഒന്ന് അയാൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് 100% ഉറപ്പാണ്. ദേ ഹരി, ചുമ്മാ ആവശ്യമില്ലാത്തത് പറയരുത്. ഞാൻ എന്ത് പറഞ്ഞാലും നീ അത് വിശ്വസിക്കാറില്ലല്ലോ. പിന്നെ നിൻ്റെ തലയ്ക്ക് മീതെ വരുമ്പോഴല്ലേ നീ അത് തിരിച്ചറിയാറുള്ളൂ. അതുപോലെ ഇതിനകത്ത് നിൻ്റെ ഡാഡി എന്തെങ്കിലും കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പാപ്പൂ അതിവിടെ നമ്മൾ പോകുന്നതിന് മുൻപ് തന്നെ തെളിഞ്ഞിരിക്കും. ഇത് ഹരിയാ പറയുന്നതെന്ന് പറഞ്ഞ് ഹരി അങ്ങോട്ടേക്ക് പോയി. ഇവൻ അല്ലെങ്കിൽ ഇപ്പോഴും ഡാഡിയെ സ്നേഹിക്കാനോ ഡാഡിയെ മനസ്സിലാക്കാനോ കഴിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് തുള്ളി ചാടിക്കൊണ്ട് അപ്പോൾ അവിടെ എങ്ങനെ നിൽക്കുന്നു. ഇതേ സമയത്ത് പാവങ്ങൾ സാന്ത്വനത്തിൽ കാത്തിരിക്കുവാട്ടോ അവർ വരുന്നത് നോക്കിക്കൊണ്ട്. കേക്കൊക്കെ അലുക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഇവർ ഇങ്ങനെ ആ ഒരു ആകെ വിഷമത്തിലിരിക്കുക. അപ്പോൾ ഇനിയിപ്പോൾ അവർ വരില്ല എന്ന് തന്നെ ആ ഒരു ഇതിലേക്ക് ഇവർക്ക് ആ ഒരു ചിന്ത അങ്ങ് പോയി. പോരാത്തതിന് ഈ പറയുന്ന ജയന്തി വന്ന ആ വീഡിയോയും കൂടെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പൂർത്തിയായി. അപ്പോൾ ഇനി അവർ വരില്ല, അവരെ കാത്തിരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരിങ്ങനെ സങ്കടപ്പെട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും അഞ്ജുവിനാണെങ്കിലും ആകെ സങ്കടം. അഞ്ജുവിന് പിന്നെ സങ്കടം വന്ന അഞ്ജു ഉള്ള കാര്യം പറയുമല്ലോ. എന്നാലും ഇതുപോലൊരു ചതി അവർ നമ്മളോട് ചെയ്യുമെന്ന് ഓർത്തില്ലല്ലോ ദേവിച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റായിരിക്കില്ല അഞ്ജു, അവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഹരി നമ്മൾക്കരികിലേക്ക് വരാതിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ദേവി ചോദിച്ചു. എന്നാലും എനിക്കാണെങ്കിൽ ഓർക്കുമ്പോൾ സങ്കടം വരിക. എത്രത്തോളം ആഗ്രഹത്തോടു കൂടി ബാലേട്ടനും ദേവേച്ചിയൊക്കെ കാത്തിരുന്നതാ മോളുടെ ബർത്ത്ഡേക്ക്, എന്നിട്ട് അത് ഇങ്ങനെയായല്ലോ. സാരമില്ല, അവർ വരുമെന്നേ, നീ വെറുതെ വിഷമിക്കണ്ട, ഇച്ചിരി നേരവും കൂടി, എന്തായാലും പറഞ്ഞ സമയമൊന്നും ആയിട്ടില്ലല്ലോ,
ഇച്ചിരി നേരം കൂടെ കഴിയട്ടെ, നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവി ഇങ്ങനെ അഞ്ജുവിനെ സമാധാനിപ്പിക്കുന്നു. അപ്പോൾ അങ്ങനെ അവർ സമാധാനിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ ബാലൻ അവിടെ രണ്ടും കൽപ്പിച്ചാണ്, ചതി എന്തെങ്കിലും തമ്പിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ തമ്പിയുടെ കാര്യത്തോ ഗതിയായിരിക്കും. അങ്ങനെ ആ ഒരു മൈൻഡിൽ അവരവിടെ ഇരിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ ഹരിയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോഴാണ് ഈ ജിമ്മിച്ചൻ തമ്പിയെ വിളിച്ചുകൊണ്ട് ഓടി ഒരു മുറിക്കകത്തേക്ക് കയറി കഥ കടയ്ക്കുന്നത്. എന്താ ജിമ്മിച്ച, എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പോൾ ഈശ്വരനായിട്ട് ഹരി അതിലെ വരുത്തിയതുപോലെ നമ്മുടെ ഹരി അതുവഴി വരാനിടയാകുകയും ചെയ്തു. ഇവരുടെ ഈ സംസാരം കേൾക്കാനിടയാകുകയും ചെയ്തു. പക്ഷേ ഹരി പുറത്തു നിന്നിതെല്ലാം കേൾക്കുന്നുണ്ടെന്നറിയാതെ തമ്പി എന്ന് പറയുന്ന പൊട്ടൻ തൻ്റെ മനസ്സിലുള്ള പ്ലാനുകളെല്ലാം ഈ ജിമ്മിച്ചനോട് വിളമ്പുകയും ചെയ്തു. അപ്പോൾ പിന്നെ പൂർത്തിയായില്ലേ, ഹരിക്ക് പിന്നെ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ ഇയാളെ വിളിച്ച് അകത്ത് കയറ്റി കഥ കടച്ചു. ആ ഹരിയെ കൊണ്ട് കുടിപ്പിക്കാനൊന്നും പറ്റിയല്ല തമ്പി സാറേ. അപ്പോഴത്തേക്കും തമ്പി സാറിൻ്റെ മോള് വന്നു, ഹരിയോട് ചൂടായി. അപ്പോഴത്തേക്കും ഹരി അതെല്ലാം വെച്ചിട്ട് അങ്ങ് പോയെന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പുവിൻ്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിലും അവൾ അങ്ങനെയാണ്. സാരമില്ല, എന്തായാലും ഞാനൊരു കാര്യം നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടേ പിന്നോട്ട് മാറുകയുള്ളൂ ജിമ്മിച്ച. ഇതല്ലെങ്കിൽ മറ്റൊന്ന്, അതിനുള്ള പോംവഴിയൊക്കെ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ കൊച്ചുമോളുടെ പിറന്നാൾ അവിടെ നടത്താതെ ഇവിടെ നടത്തുമെന്ന് ഞാൻ തീരുമാനിച്ചത് അതങ്ങനെ തന്നെ സാധിച്ചില്ലേന്ന് ചോദിച്ചു. പിന്നെ ഇന്നത്തെ ദിവസം അവിടെ ഉച്ചയ്ക്ക് ആഘോഷിച്ചിട്ട് വൈകുന്നേരത്തെ പാർട്ടി ഇവിടെ ആഘോഷിക്കാനാണ് എല്ലാവരും ആദ്യം പ്ലാൻ ചെയ്തത്. അത് ഞാൻ മാറ്റിയില്ലേ. അവിടെ ആഘോഷിക്കാനിരുന്നതെല്ലാം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ. അതുപോലെ ഇന്നത്തെ ദിവസം അവരെ പറഞ്ഞു വിടാതിരിക്കാനുള്ള വഴിയും എനിക്കറിയാൻ ജിമ്മിച്ച. അങ്ങനെ അവളും അവനും കുഞ്ഞും ചേർന്ന് അങ്ങ് പോകണ്ടെന്നും പറഞ്ഞു. അവരെ കാത്തിരുന്ന ആ സാധനത്തിലുള്ള നിങ്ങൾ കഴഞ്ഞ് കണ്ണീരൊഴുകണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഈ തമ്പി ഇരുന്നിങ്ങനെ പറയാം. ഇനിയും എൻ്റെ കയ്യിൽ വജ്രായുധങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ ഈ കാലിൻ്റെ ഈ ഒരു അവസ്ഥ വെച്ച് അപ്പുവിനെ മരിക്കെടുക്കാനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു. എൻ്റെ ഈ കാലിന് ഒരു കുഴപ്പമില്ല എന്ന് ഏതായാലും ഇവർക്കാർക്കും അറിയില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ നിന്ന് തമ്പി ഭയങ്കര ഡയലോഗുകൾ. അപ്പോഴേക്കും ജിമ്മിച്ചൻ പറഞ്ഞു, എന്നാലും എൻ്റെ തമ്പി സാറിനെ പോലൊരു കുറുക്കൻ, അപാരമാണ് കേട്ടോ. എന്നാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു, എങ്ങനെ ഇതൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവനിങ്ങനെ പുകഴ്ത്തി അങ്ങ് വിടുക. അപ്പോഴേക്കും തമ്പി പൊങ്ങി അങ്ങ് പോവുക. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെല്ലാം കേട്ട് നിന്ന് നമ്മുടെ ഹരി അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, വാതിലെ കൊട്ടി, തുറക്കടോ എന്നും പറഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാൻ പറഞ്ഞു. അപ്പോഴേക്കും തമ്പിക്ക് മനസ്സിലായി, ദൈവമേ ഹരിയെല്ലാം കേട്ടു എന്ന്. കേട്ട് കാണുമോ, ഇല്ലായിരിക്കും എന്നൊക്കെയുള്ള 100 കൂട്ടം ചിന്തകൾ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തമ്പിയുടെ മനസ്സിലേക്ക് മിന്നി മാഞ്ഞങ്ങ് പോയി. അങ്ങനെ തമ്പി വാതിൽ തുറന്നപ്പോഴത്തേക്ക് ഇടിച്ചങ്ങ് അകത്തേക്ക് അങ്ങ് കയറി നമ്മുടെ ഹരി. അപ്പോൾ ഇതായിരുന്നു തൻ്റെ മനസ്സിലിരിപ്പല്ലേ. എനിക്ക് വന്നപ്പോൾ തൊട്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു, തൻ്റെ കാലിൻ്റെ ഈ വേഷം കെട്ടും കാണിച്ച് ഇവിടെ വന്ന് താൻ പറഞ്ഞതുപോലെ തന്നെ പിറന്നാൾ ആഘോഷിക്കാൻ നിന്ന് ഞാൻ ആരായിടോ, വെറും വിഡ്ഢിയായല്ലേ. എന്നെ വിഡ്ഢിയാക്കിക്കൊണ്ട് താൻ അത്ര വലിയ കളിയൊന്നും കളിക്കണ്ട. താൻ എത്രയൊക്കെ കിടന്നാലും തൻ്റെ വാല് അങ്ങനെ തന്നെ ഇരിക്കുള്ളെന്ന് എനിക്കറിയാവടോ. ഇനിയൊരു നിമിഷം ഹരിയോ അപർണയോ അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞോ ഇവിടെ നിൽക്കില്ലെന്ന് പറഞ്ഞപ്പോൾ, ഹരി നീ എന്തൊക്കെയാ ഈ പറയുന്നതെന്നൊക്കെ തമ്പി ഇങ്ങനെ ഒന്നും അറിയാത്തതുപോലെ ചോദിക്കാം. ഇനിയേ എൻ്റെ മുന്നിൽ കിടന്ന പുണ്യാളം ചമയം നിങ്ങൾ നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം ജിമ്മിച്ചനും അവിടെ നിന്ന് പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല, താൻ തെറ്റിദ്ധരിച്ച ഹരി എന്ന് പറഞ്ഞപ്പോൾ മിണ്ടിപ്പോകരുത്. നീ എന്നെ കൂട്ടിപ്പിച്ച് കിടത്താൻ നോക്കിയതൊക്കെ എനിക്ക് മനസ്സിലായടാ. നീ ഇയാളുടെ വാക്കും കേട്ട് എനിക്കിട്ട് പണിയാൻ വന്നത്. ഏതായാലും അത് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ഞാൻ നിൻ്റെ കൂടെ കഴിക്കാതിരുന്നതെന്ന് നമ്മുടെ ഹരി അങ്ങ് പറഞ്ഞു. അപ്പോൾ അതും ചമ്മിപ്പോയല്ലോ എന്ന് തമ്പി ഇങ്ങനെ വിചാരിക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കില്ലെന്നും ഇതിനുള്ള തനിക്കിട്ടുള്ള പണി ഞാൻ തന്നോളാവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഹരി അങ്ങ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാം കൈവീന്ന് പോയല്ലോ സാറേ എന്നും പറഞ്ഞുകൊണ്ട് ജിമ്മിച്ചിന് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ വാ മോളെ എടുക്കും, നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും രാജേശ്വരി അപ്പച്ചിയൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ഫുഡ് കഴിക്കുന്നു, സംസാരിക്കുന്നു. അപ്പോഴത്തേക്ക് ഹരി സംസാരിച്ച് വച്ച് കേട്ടുകൊണ്ട് എല്ലാവരും ഇങ്ങനെ തുറച്ച് ഇവരെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. പെട്ടെന്ന് എന്താ ഹരി, എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും അംബികയും വന്നു. എന്തു പറ്റി ഹരി, അങ്ങനെ പോവല്ലേ ഹരി, പാർട്ടി പൂർത്തിയാക്കാതെ പോകരുതെന്ന് പറഞ്ഞപ്പോൾ, പാർട്ടി മമ്മിക്ക് എന്നോടൊന്നും തോന്നരുത്, ഇവിടെ നടക്കുന്ന ഈ ചതിക്കും വഞ്ചനയ്ക്കും കൂട്ടു നിൽക്കാനൊന്നും എന്നെ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ നിന്നോട് വരാനാ പറഞ്ഞത്. നീ എന്താ ഹരി പറയുന്നത്, ചതിയും വഞ്ചനയോ? ഇവിടെ എന്ത് ചതിയും വഞ്ചനയാണെന്നാണ് നീ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അപ്പച്ചി ഇടനിലക്കാരിയായിട്ട് വന്നു. മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു ഹരി രാജേശ്വരിക്കിട്ടുള്ളത് കൊടുത്തു. എന്തായാലും രാജേശ്വരി നാണം കിട്ടങ്ങ് മാറി നിന്നോട്ടെ, ഇനിയിപ്പം കൂടുതൽ മറ്റുള്ളവരുടെ മുന്നിൽ നാറാൻ നിൽക്കണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഹരി ഉള്ള കാര്യം അവിടെ നിന്ന് പറയാം. പെട്ടെന്ന് 2ാം ചാട്ടത്തിന് തമ്പി താഴെ വന്നു, വടിയൊക്കെ എടുക്കാൻ മറന്നുപോയിട്ടോ. അപ്പോഴേക്കും എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പോവുകയാണെന്നാണ് പറയുന്നത് എന്ന് അംബിക പറഞ്ഞപ്പോൾ, അയ്യോ ഹരി അങ്ങനെ എടുത്തിയാടി പോകരുത്, ഇന്നേ ദിവസത്തെ സന്തോഷം മുഴുവൻ ഇല്ലാതാക്കിയിട്ട് പോകരുത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ, ഇത്രയും നേരം വടിയുടെ സഹായം ഇല്ലാതെ നടക്കാൻ കഴിയാതിരുന്ന ഇയാൾ എൻ്റെ പിന്നാലെ വരാൻ
വടിയെടുക്കാൻ മറന്നുപോയോ എന്ന് ചോദിച്ചു. എൻ്റെ പിന്നാലെ 2ാം ചാട്ടത്തിന് താഴെ എത്തിയപ്പോൾ ഇപ്പം തനിക്ക് നടക്കാനോ എടുക്കാനോ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും ശ്രദ്ധിക്കുന്നത്. തമ്പിയുടെ കയ്യിൽ വടിയില്ല, തമ്പി ഓടിയാണ് ഇറങ്ങി വന്നത്. അപ്പോഴേക്കും അപ്പുവൊക്കെ അന്താളിച്ചിങ്ങനെ നോക്കുക. പിന്നെ തമ്പി അവിടെ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഉരുകി ഈ മെഴുകുതിരി ഉരുകുന്നത് പോലെ ഉരുകി വീണുകൊണ്ടിരിക്കുകയാണ്. ഡാഡി, ഇപ്പോൾ ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ലേ എന്ന് അപ്പു ചോദിച്ചു. അപ്പം അപ്പു, മോളെ അത് പിന്നെ വേണ്ട ഡാഡി, മതി. എൻ്റെ ഡാഡി നല്ലവനായി, എൻ്റെ ഡാഡിക്ക് വയ്യാന്ന് ഞാൻ എപ്പോഴും പറഞ്ഞ് ഇവൻ്റെ മുന്നിൽ ഞാൻ ചെറുതാവുകയായിരുന്നല്ലേ. ഡാഡി, ഇത്രയും വലിയൊരു ചതി നിങ്ങൾ എന്നോട് ചെയ്യണ്ടായിരുന്നു. നിങ്ങൾ ഈ ജന്മം നന്നാവത്തില്ലെന്ന് പറഞ്ഞു അപ്പവും വയറ് നിറച്ചങ്ങ് കൊടുത്തു. എല്ലാവരുടെയും മുന്നിലിട്ട് ഈ തമ്പി എന്ന് പറയുന്ന പേരെങ്കള്ളനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി അവിടെ വന്ന ആ അതിഥികൾക്ക് മുന്നിലെല്ലാം ഇട്ട് തമ്പിയെ എന്നാ പറയുന്നത് നാറ്റിച്ച് നാണം കെടുത്തി ഒരു കൊല്ലാതെ കൊന്നു എന്ന് തന്നെ പറയാം. അതിനുശേഷം തമ്പിയുടെ മുഖത്ത് കാറി തുപ്പിക്കൊണ്ട് നമ്മുടെ ഹരിയും അതുപോലെ തന്നെ അപ്പുവും അമരാവതിയുടെ പടി ഇറങ്ങുക. ഇതൊക്കെ കണ്ട് ദേവൂട്ടി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുവാണ്. ദേവൂട്ടി ഇനി ഇതൊക്കെ അവിടെ ചെന്ന് പറയും, അത് വേറൊരു സത്യം. എന്തായാലും അവിടെയും അപ്പുവിന് നാണക്കേട് തന്നെയാണ്. ഡാഡിക്ക് വേണ്ടിയല്ലേ, ഡാഡിയുടെ സന്തോഷത്തിന് വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് ജയിച്ച് അപ്പുവിൻ്റെ തലയിൽ ഇടുത്തി വീണതുപോലെ ആയിപ്പോയി തമ്പി ചെയ്ത പ്രവൃത്തി. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ കഥ വരുന്നത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി.